ഹായ്, ഞാൻ വിനി. ഏവർക്കും എന്റെ കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. പഴം പുഴുങ്ങുന്നതിന്റെ വ്യത്യസ്തമായ ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: നന്നായി പഴുത്ത പഴം, അതുപോലെ ശർക്കര, നല്ല ജീരകം, ഏലക്ക, അതുപോലെ നാളികേരം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് തയ്യാറാക്കാനായി വേണ്ടത്. ഇതിലേക്ക് ആദ്യമായിട്ട് നന്നായി പഴുത്ത ഒരു പഴം നമ്മൾ തൊലി കളഞ്ഞ് കട്ട് ചെയ്യണം. സാധാരണ നമ്മൾ പുഴുങ്ങുമ്പോൾ തൊലി കളയാതെയാണ് പലരും പുഴുങ്ങാറുള്ളത്. നമ്മൾ ഇതില് തൊലി കളഞ്ഞ് നമ്മൾ ഈ പഴം നന്നായി കട്ട് ചെയ്തെടുക്കുന്നു. ഇപ്പൊ നമ്മള് പഴമൊക്കെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മള് ശർക്കര പാനിയാക്കാൻ പോവുകയാണ്. ഇപ്പൊ നമ്മുടെ ശർക്കര പാനി തയ്യാറായി. ഇനി നമുക്കത് ഓഫ് ചെയ്യാം. നമ്മൾ ഈ പഴം തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഉരുളി അടപ്പത്ത് വെച്ചിട്ട് ഈ പഴം നമ്മൾ നന്നായി കട്ട് ചെയ്ത പഴം അതിലേക്ക് ഇടുന്നു. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മൂടി വെക്കുന്നു. ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ പാനിയാക്കി വെച്ച ശർക്കര അതിലേക്ക് ഒഴിക്കുന്നു. ശർക്കര പാനി അതിലേക്ക് ഒഴിക്കുന്നു. അത് കഴിഞ്ഞ് ഒന്നുകൂടെ മൂടി വെച്ച് അത് നമ്മൾ ഒന്ന് ഇതേപോലെ അതൊന്ന് സെറ്റായി വരുമ്പോൾ നാളികേരത്തിന്റെ കൂടെ നമ്മളെ ഏലക്കായും നല്ല ജീരകവും കൂടെ അതിന്റെ കൂടെ ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുക ചെയ്യണത്, പാനി പിഴിഞ്ഞെടുക്കുക. അപ്പൊ അതെങ്ങനെ, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാല്, സാധാരണ നമ്മൾ ഏലക്കായ പൊടിച്ചതും നല്ല ജീരകം പൊടിച്ചതും നന്നായി പൊടിഞ്ഞു വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ പഴം പുഴുങ്ങിയത് കഴിക്കുമ്പോൾ അതിങ്ങനെ തരിതരിയായിട്ട് കിടക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നാളികേരം നമ്മൾ പാനി പിഴിയാനായിട്ട് അടിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഏലക്കായും നല്ല ജീരകവും കൂടി നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്കതിൽ തരികൾ വരില്ല, എന്നാൽ രുചിയും മണം അതേപോലെ ഉണ്ടാവും ചെയ്യും. ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അത് നമ്മൾ സ്റ്റൗ ഓൺ ചെയ്തു. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രം അല്ലെങ്കിൽ നമ്മുടെ ഉരുളി അടപ്പത്ത് വെക്കുക. ഒന്ന് ഉരുളി ചൂടായി വരുമ്പോൾ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം നമ്മൾ ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, അത് ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മള് വാഴയുടെ ഇല കഴുകി വൃത്തിയാക്കി വെച്ചതാണ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കും. നമ്മളത് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ പഴം നന്നായിട്ടൊന്ന് ആവി കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര നമ്മൾ പാനിയൊക്കെ വെച്ചതുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ശർക്കര പാനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. അപ്പൊ ഇത് തിളച്ച് വരുന്നുണ്ട്, പക്ഷെ സെറ്റ് ആയിട്ടില്ല. നമുക്കിത് ഈ ശർക്കരയുടെ പാനി ഒന്നുകൂടി ഇതിൽ നന്നായിട്ട് പിടിക്കാം. നമ്മൾ ഇല കൊണ്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഇല കൊണ്ട് അടച്ചു വയ്ക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതായിട്ടുണ്ട്. അത് ഏകദേശം ശർക്കര പാനി ഇതില് പഴത്തിന് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച നാളികേരത്തില് ഏലക്കായും നല്ല ജീരകവും ചേർത്ത് നമ്മൾ പിഴിഞ്ഞെടുത്ത പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നമ്മള് ഒന്നതിന് എല്ലാം നന്നായി പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിക്കാം, അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിത് സെറ്റായി നോക്കാം. ഇലയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇപ്പോ ഈ വാഴയില ആക്കിയതിന്റെ ഒരു മണവും അതുപോലെ നല്ല ജീരകത്തിന്റെയും ഏലക്കായുടെ ഒക്കെ നല്ലൊരു മണം നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാനായിട്ട് പാത്രത്തിലേക്ക്. നല്ലൊരു മണാണ്, അതുപോലെ നല്ല രുചിയാണ്. നമുക്ക് കഴിച്ചു നോക്കാം. എന്തോ പ്രയോജനമില്ല. താങ്ക് യു.